വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദേവാംശ് ഹായ് പറയൂ. യെസ്, ദേവാംശ് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ്. യെസ്, അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയാലോ. യെസ്, ഞാൻ എന്താ കുറച്ച് ഓണിയൻ, അതുപോലെ തന്നെ ബ്രോക്കോളി എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു പീസ് നമ്മുടെ പർപ്പിൾ കളർ ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 2 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ എന്താ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ മാഷ് ചെയ്ത് നല്ല പൊടിച്ച് സ്മൂത്ത് ആക്കി എടുക്കണം. യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ എൻ്റെ ഹെൽപ്പറായിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു 10 സെക്കൻഡ് ചെറുപറാന്ന് ദയൊന്ന് ഇളക്കി കൊടുക്കുവാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാം. യെസ്, നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി മുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്താ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടേ ഉള്ളൂ. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. യെസ്, നമ്മുടെ മസാല ഇവിടെ ഉണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. യെസ്, നമ്മൾ കട്ട്ലറ്റൊക്കെ ഇവിടെ നമ്മുടെ ബ്രെഡ് ക്രംസിലും എഗ്ഗിലൊക്കെ മുക്കി റെഡിയാക്കി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്താലോ. യെസ്, അപ്പം നമ്മളിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതും നമ്മൾ ഓയിലല്ല ഗീ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ മീൻസ് നമ്മൾ തവ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓരോ കട്ട്ലറ്റായിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിടുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനധികം തിക്നെസ് ആക്കിയിട്ടില്ല, കുറച്ച് തിന്നായിട്ടാണ് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. യെസ്, ഞാൻ എല്ലാ കട്ട്ലറ്റ് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ യം കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് റിച്ച് ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. യെസ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.